ഹരേ ഗുരുവായൂരപ്പ ശരണം. നമ്മുടെ ചാനലിലെ പല സബ്സ്ക്രൈബേഴ്സും ചോദിക്കണുണ്ട്, തിരുമേനി ഞങ്ങൾ ഗുരുവായൂരപ്പനെ വന്ന് തൊഴുന്നുണ്ട്, തൊഴുത് കഴിഞ്ഞ് പെട്ടെന്ന് പോണു. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ രൂപം നമുക്ക് മനസ്സിൽ ആവാഹിക്കാൻ പറ്റണില്ല, എന്താണ് കാരണം എന്ന് ചോദിക്കണ്ടേ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ശ്രീ ഗുരുവായൂരപ്പനെ നല്ലപോലെ വന്ന് തൊഴുമ്പോൾ ആദ്യം നമ്മൾ അകത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ നോട്ടം ആദ്യം ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുഖത്തേക്കാണ് വരേണ്ടത്. ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുഖം നല്ലപോലെ മനസ്സിലൊന്ന് വിചാരിക്കുക. അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം നടന്നിട്ടുണ്ടാവും. അപ്പോൾ ശിരസ് മുതൽ പാദം വരെയാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. അപ്പോൾ ശിരസ്സിൽ ഭഗവാന് തിരുമുടിമാല കെട്ടിയിട്ടുണ്ടാവും. തിരുമുടിമാല സങ്കല്പിക്കുക, കിരീടം സങ്കല്പിക്കുക. അതിനുശേഷം താഴത്തേക്ക് ഇറങ്ങി വന്ന് ഭഗവാന്റെ തിലകങ്ങൾ വെച്ചിട്ടുണ്ടാവും. കണ്ണ്, മൂക്ക്, വായ, അങ്ങനെ മുഖം മുഴുവൻ മനസ്സിൽ വിചാരിക്കുക. അതിനുശേഷം ഭഗവാന്റെ ശരീരത്തിലേക്ക് വരിക. ആ നോട്ടം ശരീരത്തിലേക്ക് വരണം. മാറത്തുള്ള തിലകങ്ങൾ മറ്റേത് എല്ലാം നല്ലോണം മനസ്സിലേക്ക് വിചാരിക്കുക. അതിനുശേഷം താഴത്തേക്ക് വന്ന് ഭഗവാനെ ഉടുപ്പിച്ച പട്ടുകോണകം അല്ലെങ്കിൽ പട്ടുകളാണെങ്കിൽ പട്ടുകൾ, അങ്ങനെ താഴത്തേക്ക് കൊണ്ടുവന്ന് പാദം വരെ നമ്മൾ വിചാരിക്കണം. ഇതിനൊക്കെ ഭഗവാന്റെ കയ്യിലുള്ള ആയുധങ്ങൾ. അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭഗവാനെ സങ്കല്പിക്കേണ്ടത്, തൊഴേണ്ടത്. ആ രൂപം മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക് വന്ന് നമ്മൾ പിടിച്ചിരുത്തി കഴിഞ്ഞ് ഒന്ന് പ്രദക്ഷിണം വെച്ച് ആ പിന്നിലിരുന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഈ രൂപങ്ങൾ മുഴുവൻ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ആവാഹിച്ച് അവിടെ പിടിച്ചു നിർത്തുക. ശരിക്കും വിചാരിച്ചാൽ നമുക്ക് നടക്കും. അപ്പോൾ നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടക്കണോടത്ത് മുതൽ കണ്ടിങ്ങനെ നോക്കി പോരണം. ആകെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ആ രൂപം മുഴുവൻ നമുക്ക് മനസ്സിൽ വിചാരിക്കാൻ പറ്റും. എന്നിട്ട് ഭഗവാന്റെ പിന്നിൽ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം അവിടെ ഇരുന്നിട്ട് ഈ രൂപം മുഴുവൻ നമ്മൾ മനസ്സിൽ നല്ലോണം വിചാരിക്കുക. ശ്രീ ഗുരുവായൂരപ്പൻ വരും, വരാതിരിക്കില്ല. ആ രൂപം മനസ്സിലേക്ക് ആവാഹിച്ചിരുത്തിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുക. എന്നിട്ട് വീട്ടിൽ രാവിലത്തെ നേരം പൂജാമുറിയിലൊക്കെ ഇരുന്നിട്ട് ഇല്ലെങ്കിൽ വിളക്ക് എത്തിച്ച് വെച്ചിട്ട് ഈ രൂപം മനസ്സിലിങ്ങനെ നല്ലപോലെ വിചാരിക്കുക. ഗുരുവായൂരപ്പൻ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എത്തുന്നുള്ള കാര്യം ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ. ഒരു 41 ദിവസം, ഒരു 108 ദിവസമൊക്കെ അത് ചെയ്തോളൂ. ഭഗവാൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ള കാര്യം ഭഗവാൻ കാണിച്ചു തരും. ഹരേ ഗുരുവായൂരപ്പ ശരണം.